കോഴിക്കോട് നഴ്സിംഗ് സീറ്റ് വാഗ്ദാനം ചെയ്ത 4.95 ലക്ഷം തട്ടിയ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് നടക്കാവ് സ്വദേശിയായ നബിൽ അഹമ്മദാണ് അറസ്റ്റിലായത്. രാമനാട്ടുകര സ്വദേശിയിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയത് ഫാറൂഖ് കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്താണ് വിദ്യാർത്ഥികളിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയതായി പരാതികൾ വന്നിരിക്കുന്നത്. ഫാറൂഖ് കോളേജ് സീറ്റ് വാങ്ങിത്തരാന്ന് പറഞ്ഞാണ് നമ്മുടെ അടുത്ത് നിന്ന് 1.25 വെച്ചിട്ട് അയാളടുത്ത് പൈസ വാങ്ങിയത്. നബീൽ എന്ന പേര്, നബിൽ അഹമ്മദ് എന്നാണ് എൻ്റെ പേര്. പിന്നെ വെള്ളയിൽ സ്വദേശിയാണ്. നടക്കാവില് എക്സ് ഗ്രൂപ്പ് ഇവൻസിന്റെ പരിപാടി ചെയ്യുന്ന ഒരാളാണ്. 3 കൊല്ലമായിട്ടാണ് നമ്മളെ ഇത്രയും പിന്നിൽ നടന്നിട്ട് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല പണം. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ ബാബു ചേരുന്നുണ്ട്. ബെൻസൺ, ലക്ഷങ്ങൾ തട്ടിയതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഈ നഴ്സിംഗ് തട്ടിപ്പ് വാർത്തയാകുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇയാൾക്കെതിരെ നേരത്തെയും പരാതികൾ ഉള്ളതാണോ? എന്താണ് നിലവിൽ പുറത്തു വരുന്ന ഈ കുട്ടികളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നബീൽ അഹമ്മദിനെതിരെ കോഴിക്കോട് നഗരത്തിന്റെ വിവിധ സ്റ്റേഷനുകളിലായി 6 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ അവസാനമായി വന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ BSc നഴ്സിംഗ് സീറ്റ് വാഗ്ദാനം ചെയ്ത് രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയിൽ നിന്നും 4.95 ലക്ഷം തട്ടിയെടുത്ത കേസിലാണ് ഇപ്പോൾ ഈ നബീൽ അഹമ്മദ് അറസ്റ്റിലായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഫറൂഖ് കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് 3 വർഷങ്ങൾക്ക് മുൻപ് 3 യുവാക്കളിൽ നിന്നായി 1.25 ലക്ഷം രൂപ തട്ടിയെടുത്ത് അടക്കമുള്ള പരാതികൾ ഇയാൾക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. ആ കേസും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായ കേസിന് ആസ്പദമായിട്ടുള്ള സാഹചര്യം മേൽപ്പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് നഴ്സിംഗ് പ്രവേശനത്തിനായി ഇയാൾ കുട്ടിയുടെ കുടുംബത്തെ സമീപിക്കുന്നതും സീറ്റ് വാഗ്ദാനം ചെയ്ത് പല ഘട്ടങ്ങളിലായി 4.95 ലക്ഷം രൂപ ഇവരിൽ നിന്ന് തട്ടിയെടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ പിന്നീട് ഇതിന്റെ തുടർ നടപടികൾ, ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പേപ്പറുകൾ, അത്തരം കാര്യങ്ങളെല്ലാം ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ഇയാൾ ഇവരിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. തുടർന്ന് ഇയാൾ നാട്ടിലില്ല, പുറത്താണുള്ളത്, വന്നതിന് ശേഷം മാത്രമേ മറ്റു നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നതടക്കമുള്ള പല മുടന്തൻ ന്യായങ്ങൾ പറയുന്നു. പിന്നീടാണ് ഇതൊരു സീറ്റ് വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പാണ് എന്ന് ഈ കുടുംബം മനസ്സിലാക്കുന്നതും തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് തുടർ നടപടികൾ ഇതിന് ശേഷം ഉണ്ടാകും. ഇയാൾ മറ്റാളുകളിൽ നിന്നും സമാന രൂപത്തിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന്റെ തുടർ നടപടികൾ, തുടർ കേസുകൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. സേതുലക്ഷ്മി. ശരി ബെൻസ്. ഏകദേശം 3 ഘട്ടമായിട്ട് പൈസ അടിച്ചിരുന്നു. ഓൾമോസ്റ്റ് ടോട്ടൽ ഒരു 5 ലക്ഷമായി. അപ്പോ പൈസ അയച്ചതിനു ശേഷം ഓര് പറഞ്ഞത്, ആദ്യത്തെ ഘട്ടത്തിൽ പറഞ്ഞ് കുറച്ച് തന്നാല് അഡ്മിറ്റ് കാർഡ് തരാന്ന് പറഞ്ഞു. പിന്നത്തെ ഘട്ടത്തില് അഡ്മിറ്റ് കാർഡ് ഇല്ല, അത് അഡ്മിഷന്റെ കൂടുതൽ ഒന്നായിട്ട് പൈസ തന്നാല് അഡ്മിഷന് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ, അതായത് സെന്ററിലേക്ക് വരുമ്പോ തരാന്ന് പറഞ്ഞു. അപ്പോ ആ പൈസയും കൊടുത്ത് പിന്നെ ഓര് പറഞ്ഞ അഡ്മിഷന് ഓരോ മാസമായിട്ട് അടുത്ത മാസം ഇന്ന ദിവസം, പിന്നത്തെ മാസം ഇന്ന ദിവസം, ഞാൻ നാട്ടിലില്ല, ഞാൻ ഇല്ലാണ്ട പ്രൊസീജിയേഴ്സ് നടക്കൂല, അങ്ങനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നീട്ടി ഇപ്പോ ഈ ദിവസം വരെ ആയി.